കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് നീർവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കുട്ടി, ഒരു എന്താ പറയാ, കുട്ടി ഒന്നും പറയാനല്ല, വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുക, ഒരു സകലകലാ വല്ലഭൻ എന്നൊക്കെ പറയുന്നില്ലേ, അവന് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് തന്നെയാണ് അവൻ്റെ പാരൻസ്, അവൻ്റെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. വരും, ഇതാണ് നമ്മുടെ കുട്ടി, ചെക്കൻ ജിൻഷിൻ എന്നാണ് പേര് അല്ലേ? ജിൻഷിൻ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്, എടുത്തു പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ? എടുത്തു പറയാൻ പറ്റുന്ന പറയുമ്പോൾ ഞാൻ ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗിന് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയറിന്റെ പത്രത്തിലെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെയ്യാത്ത വർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എല്ലാ വർക്കും ചെയ്യും. വെൽഡിങ്, പ്ലംബിങ്, അതുപോലെ തന്നെ ആശാരിപ്പണി, എല്ലാ പണിയും ചെയ്യും. ഏതായാലും ജിൻഷിന്റെ ഓരോ വർക്കുകളും നമുക്ക് കണ്ട് അതിന്റെ വിശകലനങ്ങൾ, അത് എങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് ചെയ്തത്, ആരൊക്കെ സഹായിച്ചു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായാലും അറിയാം അല്ലേ? നമുക്ക് ആ വർക്കുകളൊക്കെ ഒന്ന് കാണാം അല്ലേ? വരും. എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ വീട്ടിന്റെ അകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ നമ്മളിതാ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരുപാട് സ്പീക്കേഴ്സും ആംപ്ലിഫയേഴ്സും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചത്, സ്വയം നിർമ്മിച്ചത്? ഓരോന്നോരോന്നേരം നമുക്ക് അതിനെ പറ്റി പരിചയപ്പെടാം. ഇത് നമ്മൾ പെട്ടിയെല്ലാം നമ്മൾ അടിച്ചിട്ട് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആംപ്ലിഫയറെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഓരോ പാർട്സ് എല്ലാം വാങ്ങിച്ചിട്ട് എല്ലാം നമ്മൾ ആംപ്ലിഫയർ ചെയ്തിട്ട് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നിർമ്മാണ രീതി? എങ്ങനെ കണ്ടു പഠിച്ചതാണോ എങ്ങനെയാണ് അതിന്റെ ഒരു ഇതൊക്കെ എങ്ങനെയാ? ഇത് പഠിച്ചത് അച്ഛനിൽ നിന്നാണ് പഠിച്ചത്. അച്ഛൻ ഇതുപോലെ തന്നെ 2018 സകലകലാവല്ലഭന്റെ അവാർഡ് വാങ്ങിച്ച. അപ്പോ അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നെ കൊണ്ട് ചെയ്ത് ശീലിപ്പിച്ച. അപ്പൊ അതുവഴിയാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് പഠിച്ചത്. ഞാൻ ചെറുതിലെ ആശാരി പണി ചെയ്ത് വന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ എനിക്കൊരു എന്താ പറയുക, ഞാൻ എന്ത് കണ്ടാലും അത് ചെയ്യും, അതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കെന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ പുലരുന്ന ഒരു ഉറക്കുണ്ടാവില്ല. ഞാൻ അതിനെപ്പറ്റി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എൻ്റെ ജീവിതം. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടെത്തി ഓരോന്നോരോന്ന് ചെയ്യുന്ന സമയത്ത് എനിക്കും തോന്നി ഇവനെ കൊണ്ട് ചെയ്യിക്കണമെന്ന്. പിന്നീട് ഇവനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കും, എന്നാലും അവന് ഏലാവുള്ളൂ. കാരണം കണ്ടു പഠിച്ചിട്ട് കാര്യമില്ല, ചെയ്ത് ശീലിക്കണം. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അവനെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം നമ്മളെ അവനായാലും എന്ത് ഞാനായാലും ഇപ്പം ചെയ്യാത്ത വർക്കുകൾ എന്താ വെച്ചാൽ നമുക്ക് തന്നെ പറയാനില്ല. എന്ത് കിട്ടിയാലും ചെയ്യും, എന്ത് വർക്കുകളും നമ്മൾ കിട്ടിയാൽ ചെയ്യും. ശരി, ഈ മകനിലേക്ക് എങ്ങനെയാണ് ഇത് ചേരുന്നത്? നിങ്ങളെ കണ്ടുപഠിച്ചിട്ട് തന്നെയാണോ അതോ പ്രത്യേക ട്രെയിനിങ്? അതാണ് നമ്മൾ ഏറ്റവും വലിയ സംഭവങ്ങൾ. കാരണം നമ്മൾ ഒരു സംഭവം എവിടെ പോയിട്ടും പഠിച്ചിട്ടില്ല. ഇപ്പൊ സൗണ്ട് എഞ്ചിനീയർ മോൻ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് അനുമോദനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് എഞ്ചിനീയർ നമ്മളൊരു പോയിട്ട് ക്ലാസ്സോ കാര്യങ്ങളോ എടുത്തിട്ടോ ഒന്നുമില്ല. എല്ലാം നമ്മളെ ചിന്ത, നമ്മളെ മെമ്മറി മാത്രമാണ്. പക്ഷെ വലിയ വലിയ സൗണ്ട് എഞ്ചിനീയറിന്റെ ആൾക്കാർ പോലും ഇപ്പൊ നമ്മളെ വിളിക്കുന്നുണ്ട് ഓരോ സംശയങ്ങൾ അറിയാൻ വേണ്ടി. വലിയ വലിയ സൗണ്ട് എഞ്ചിനീയർ ആൾക്കാർ പോലും നമ്മളെ വിളിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതേറ്റവും വലിയ സന്തോഷമായി. കാരണം നമ്മളിതൊന്നും പഠിക്കാതെ കണ്ട് നമ്മൾ ഇത്രയും ആൾക്കാർ വിളിച്ചിട്ട് പല സംശയങ്ങൾക്കും, ബോക്സ് അടിക്കുന്നതിനെ പറ്റിയാലും ഇനിയിപ്പോ സൗണ്ട് എങ്ങനെയൊക്കെ ഇടണം, സൗണ്ടിനെ പറ്റിയൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടുന്ന നമ്മൾ വെക്കുന്ന ഓരോ സ്ക്രൂ പോലും മനസ്സിലാക്കേണ്ട സംഭവങ്ങളുണ്ട്. നമ്മളെ ഇപ്പോൾ ജിൻഷിന്റെ സൗണ്ട് ഏരിയയിലാണുള്ളത്. ഇത് നമുക്ക് കാണാം, നിരവധി ബോക്സുകളാണ് ജിൻഷിനും ജിൻഷിന്റെ അച്ഛൻ ജഗദീഷ് സ്വാമിയും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇത് കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതിന്റെ നിർമ്മാണ രീതികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്? നമ്മൾ ചെയ്യുന്നത് സ്പീക്കർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും. പിന്നെ ബോക്സ് ഒക്കെ നമ്മൾ തന്നെ പുറത്ത് അങ്ങനെ ആർക്കും അങ്ങനെ അടിച്ചു കൊടുക്കില്ല. കാരണം നമ്മളെ തിരക്കുകാരനെ അടിച്ചു കൊടുക്കില്ല. ബോക്സ് ഒക്കെ നമ്മൾ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഈ അടിക്കുന്ന ബോക്സിനൊക്കെ പ്രത്യേക ഒരു അളവും കാര്യമൊക്കെ ഉണ്ട്. ഈ അളവ് കറക്റ്റ് അല്ലെങ്കിൽ സൗണ്ടിന്റെ എഫക്ട് വ്യത്യാസം വരും. അപ്പോൾ ആ അളവും കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ ഒന്നും എടുക്കുന്നതല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബോക്സിനെ കുറച്ച് എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. കാരണം അത് നമ്മൾ സ്വയം കിടന്നിട്ട് ചിന്തിക്കുക. നമ്മൾ ഇങ്ങനെ സൗണ്ട് വന്നാൽ ഇങ്ങനെയാവും. ചില സമയം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മോൻ പറയും, അച്ഛാ അങ്ങനെയാകുമ്പോൾ സൗണ്ട് ഇങ്ങനെയാവുക, ഇങ്ങനെ വരാൻ വഴിയുണ്ട്, അതുകൊണ്ട് ഈ അളവ് പറ്റൂല. അപ്പൊ നമ്മൾ രണ്ടാളും കൂടെ കിടന്ന് പുലരുന്നവരെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ അടിച്ച ബോക്സുകളൊക്കെ ഉള്ളത്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ബോക്സുകളാണ്. മറ്റുള്ള ആളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിനകത്ത് അളവും കാര്യങ്ങളും അറകളും. ഇതിനുള്ള സ്പീക്കറിനൊക്കെ ഓരോ സ്പീക്കറിനൊക്കെ 25, 27 ഇങ്ങനെയൊക്കെ റേറ്റ്. ശരി ശരി.
ഇതാണ് നമ്മളെ പണിസ്ഥലം. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ബോക്സ് അടിക്കുന്നതും അതുപോലെ തന്നെ വെൽഡിങ് ചെയ്യുന്നതെല്ലാം. ഇതിൻ്റെ മെഷീനറീസ് എല്ലാം നമുക്കൊന്ന് കാണാം. ഇത് സാധാരണ ഡ്രില്ല് നമ്മൾ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് വെച്ചാണ്. ഇത് നമ്മൾ ഇരുമ്പെല്ലാം തുറക്കുമ്പോൾ കൂടുതൽ ഊക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കൈകൊണ്ട് തുറക്കുമ്പോൾ ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബിറ്റ് പൊട്ടിപ്പോവും. അയ്യൊരു പ്രശ്നം ഇതിനും കൊണ്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ കൂടുതൽ ലൂക്ക് കൊടുക്കണ്ടെന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് പ്ലെയിനറാണ്. ഈ ഒരു പ്ലെയിനർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര ഇതിലുള്ള വലുതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ലെവലാക്കാം. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ഒരു സംഭവം ആക്കിയതാണ്. ഇത് നമ്മൾ മരം പ്ലെയിനർ അടിക്കുമ്പോൾ കൈ കുത്തിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മരം പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ജിൻഷിൻ്റെ സൗണ്ട് മിക്സർ അല്ലേ? സൗണ്ട് മിക്സറാണ് ഇത്. ഇതിൻ്റെ എങ്ങനെ ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് ഇത് ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത്രയും പ്രായം കുറഞ്ഞ ആൾ ഇത് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൊരു കൗതുകത്തിലാണ് ഞാനുള്ളത്. ഇതിൻ്റെ ഓപ്പറേറ്റിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണോ അതോ ട്രെയിൻ ചെയ്തെടുത്താണോ അതോ കേട്ട് പഠിച്ചാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഇത്? ഞാൻ വേറെ ട്രെയിനിങ് ആയിട്ട് വേറെ ഒരു സ്ഥലത്തൊന്നും പോയിട്ടില്ല. അച്ഛൻ തന്നെ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ സൗണ്ട് മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ക്ലാസ്സിന് പോയിട്ട് ഒന്നും കാര്യമില്ല. നമ്മൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോന്നും നമ്മൾ കേട്ട് മനസ്സിലാക്കി. ഞാൻ ചോദിച്ചാൽ കേട്ട് മനസ്സിലാക്കി നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ചെയ്യാൻ പറ്റുമോ ശരിക്കും? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ട്രാക്കും കൂടി മനസ്സിലാക്കണം. ഇതിപ്പോ ഏരിയ കണക്കാക്കിയിട്ട് നമ്മളൊരു സൗണ്ട് ഇടണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കുടുങ്ങിയ സ്ഥലത്ത് പോയിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടാകുമ്പോൾ അതേപോലെ തന്നെ നല്ല തുറന്ന സ്ഥലത്ത് പോയിട്ട് അതേപോലെ തന്നെ വെച്ചാൽ ശരിയാവില്ല. നമ്മൾ ഏരിയ കണക്കായിട്ടും നമ്മൾ സൗണ്ട് ഉണ്ട്. ഇപ്പോൾ അതായത് നമ്മൾ എവിടെ നിൽക്കുന്ന ആ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയന്റെ ഇത് ആ ഭൂമി ഒരു ഘടന അനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ബോക്സ് ഇടുന്നേ തന്നെ 2 ഭാഗത്ത് ഇട്ടോണ്ട് കാര്യമില്ല. അതിപ്പോ ഒരു ഏരിയ മണ്ണിടിഞ്ഞ ഏരിയ ആണെങ്കിൽ അവിടെ പോയിട്ട് അടിച്ച് 2 അടിയായിട്ട് വരും തിരിച്ചിട്ട്. അപ്പൊ എക്കോ ആയിട്ട് വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് എങ്ങനെ സബ് ഇടണം, എങ്ങനെ മിഡ് ഇടണം, എങ്ങനെ ഹൈ ഇടണം. നമ്മളൊരു സ്ഥലത്ത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നോക്കുമ്പോൾ സബ് ഇപ്പുറം മിഡ് ഇപ്പുറം ഹൈ മേലോ അങ്ങനെ തന്നെ അങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാം ഘടനക്ക് അനുസരിച്ചിട്ട് ഇടാൻ പഠിക്കണം ആദ്യം. ഞാനിപ്പോ കുറെ പരിപാടികൾ ഈ അമ്പലപ്പറമ്പ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പരിപാടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തുനിന്നും എന്നെ കൊണ്ട് സമ്മാനം കൊടുപ്പിക്കലും ഭയങ്കര അനുമോദനം അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വലിയ വലിയ ഓപ്പറേറ്റർമാർ ഇതെന്നാ ഇങ്ങനെ കുറെ സംശയങ്ങൾ ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ വേറെ എവിടെയും പോയിട്ട് പഠിച്ചിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാനും അച്ഛനും കൂടിയിട്ട് രാത്രി ഇരുന്ന് ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് സംഭവങ്ങൾ ഇപ്പോൾ ഇവിടെ വീട്ടിൻ്റെ ആയാലും സൗണ്ട് മേഖലയായാലും എന്തായാലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നതാണ്. ഏതായാലും നമ്മളിതായി നേർവേലിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അച്ഛനെയും മകനെയും കാണാൻ പരിചയപ്പെട്ടത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ കയറിയതിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ ഇവരുടെ ഒരു കരവിരുത് നമുക്ക് ഒരു തൊട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഫ്രിഡ്ജ്. ആ ഫ്രിഡ്ജിൽ പോലെ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എന്താ പറയുക സൗണ്ട് എഞ്ചിനീയർ. എനിക്ക് ഇത്ര കാര്യം എനിക്കൊരു ഭയങ്കര അസൂയാണ്. കാരണം എന്താ വെച്ചാൽ മ്യൂസിക്കിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മ്യൂസിക്കിന് ഇത്തരം പ്രായം കുറഞ്ഞ രീതിയിൽ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് എത്തിച്ചേർന്ന ജിൻഷിത്ത്, ഒപ്പം തന്നെ ജിൻഷിത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് വന്ന അച്ഛൻ ജഗദീഷ് സ്വാമി. അപ്പോൾ അച്ഛൻ ഇനി എന്താണ് പറയുന്നത്, മകന് ഭാവിയിലേക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തന്നെ വിടാനാണ്? അവന് ഏറ്റവും താല്പര്യമുള്ള കേസ് ഇത് തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ മറ്റിലെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സൗണ്ട് മേഖല തന്നെയാണ് താല്പര്യം. അതുകൊണ്ട് ഇവൻ ചെയ്തെടുത്തൊക്കെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര താല്പര്യമാണ്. വലിയ വലിയ പ്രൊഫഷണൽ ഗാനമേളക്കാർ വരെ പറയും ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ ജിൻസിന്റെ വേണം, ജിൻസിനെ കിട്ടുമോ, ജിൻസ് ഉണ്ടെങ്കിലേ നമുക്ക് വേണ്ടു. ഇതാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും. ഇപ്പൊ ഒരു 13 പരിപാടി ഇപ്പൊ ബുക്ക് ചെയ്തത് ജിൻസിന്റെ പേരില്ല. ഓക്കെ, ഏതായാലും ജിൻസിനെ ഇപ്പൊ അന്വേഷിച്ച ആൾക്കാർ വരെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അതായത് ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ പരിപാടിക്ക് പോയാലും ജിൻഷിനെ വേണം എന്ന രീതിയിലേക്ക് സ്വയം പ്രയത്നം കൊണ്ട് എത്തിപ്പെട്ട ഒരു കൊച്ചുമിടുക്കനാണ്. എത്ര വയസ്സ്? 14 വയസ്സല്ലേ? 13 വയസ്സുള്ള ഒരു കൊച്ചുമിടുക്കനാണ് ജിൻഷിൻ. അവന് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാവരും കൊടുക്കണം. അവന് ഇനിയും പരിപാടികൾ നൽകണം അല്ലെ? ഇനിയും പരിപാടികൾ നൽകി അവന് ഒരുപാട് ഭാവിയുള്ള ഒരു കൊച്ചുമിടുക്കനാണ് ഇദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു അതിഥിയായി മാറുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഏതായാലും
ജിൻഷിന്റെ കൂടുതൽ വിശേഷങ്ങൾ അവന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതെല്ലാവരും പോയി കണ്ടാൽ അവന്റെ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് അവിടെ കാണാം. ഏതായാലും അച്ഛന് ജിൻഷിന് ഒരുപാട് അഭിനന്ദനങ്ങൾ പരിചയപ്പെടാൻ വളരെയധികം സന്തോഷം.